ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLCയിലെ മാത്സിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സിലെയാണ്. അപ്പോൾ അതിലെ മെയിൻ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്നിരിക്കുന്നത് വെച്ച് നമുക്കത് എങ്ങനെ റിസോൾവ് ചെയ്യാമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. So let's begin with today's session. This is Navina and you are watching the Margin of Excellence. Let's dive straight into the class. അപ്പോൾ മെയിനായിട്ടും ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ്: മീൻ ആൻഡ് മീഡിയൻ, അല്ലെങ്കിൽ മദ്യവും മാധ്യമവും. ഓക്കെ, മദ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വാല്യൂവിന്റെ എല്ലാം തുക കണ്ടെത്തിയിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മദ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. മീഡിയൻ എന്ന് വെച്ചാൽ തന്നിരിക്കുന്ന സംഖ്യകളെ ക്രമീകരിച്ച് ചെറുതിൽ നിന്ന് വലുതിലേക്കോ തിരിച്ചോ ക്രമീകരിച്ച് അതിൽ കൃത്യം നടുവിൽ വരുന്ന സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് മീഡിയൻ അല്ലെങ്കിൽ മധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സെക്ഷൻ തുടങ്ങാം. സോ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസിനെ, അളവിനെ, അതിന്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മദ്യം അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടും, ആവറേജ് എന്നും അറിയപ്പെടും. മീഡിയൻ എന്ന് പറയുന്നത് നടുവിലുള്ള സംഖ്യനെയാണ് മീഡിയൻ അല്ലെങ്കിൽ മധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടം സംഖ്യകൾ ഉണ്ടെങ്കിൽ അവയെ നമ്മൾ എപ്പോഴും വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചാൽ മാത്രമാണ് നമുക്ക് നടുവിൽ വരുന്ന സംഖ്യയെ കൃത്യമായിട്ട് കണ്ടെത്തി അത് മീഡിയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ഓർക്കേണ്ടത്. അപ്പോൾ മീഡിയൻ കണ്ടെത്തുന്ന സമയത്ത് എപ്പോഴും ഓർക്കുക, നമുക്കിപ്പം കിട്ടുന്ന സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ അതിന്റെ എത്രാമത്തെ പദമാണെന്ന് കണ്ടെത്തുന്നത് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ എത്ര പദങ്ങളുണ്ടോ അല്ലെങ്കിൽ ടോട്ടൽ എത്ര സംഖ്യകളുണ്ടോ അതിനെ +1 കൊണ്ട് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുമ്പോൾ നമുക്ക് എത്രാമത്തെ പദത്തിലാണ് നടുവിലുള്ള സംഖ്യ അല്ലെങ്കിൽ മീഡിയൻ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 31524. അതിനെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ക്രമീകരിച്ച് എഴുതിയിട്ട് ഇതിൽ നടുവിൽ വരുന്ന സംഖ്യ ഏതാണ്? 3 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 5 ഉണ്ട്. 5 + 1/2 = 3 എന്ന് വെച്ചാൽ 3-ാം സ്ഥാനത്തുള്ളതാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, 1, 2, 3. 3-ാം സ്ഥാനത്തുള്ള സംഖ്യ ഏതാണ്? 3 ആണ് വരുന്നത്. അപ്പോൾ അതാണ് മീഡിയൻ ആയിട്ട് വരുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് നടുവിലുള്ള സംഖ്യ ഏത് രീതിയിലും കിട്ടും? ഈവൻ നമ്പേഴ്സ് ആയിട്ടും കിട്ടും. ചില സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയായിട്ടും കിട്ടും, ഈവൻ നമ്പേഴ്സ് ആയിട്ടും കിട്ടും. സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്ന മീഡിയൻ എന്ന് പറയുന്നത് നടുവിൽ 2 സംഖ്യകളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ 2 സംഖ്യകളുടെ ശരാശരി എടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുക്കുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള മീഡിയൻ കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ അത് എത്ര സംഖ്യകളുണ്ടെന്ന് നോക്കുക. അത് ഇരട്ട സംഖ്യ ആണെങ്കിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുക? ക്രമീകരിച്ച് എഴുതുമ്പോൾ നടുവിൽ 2 സംഖ്യകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്ഥാനം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? n/2 അല്ലെങ്കിൽ n/2 ചെയ്തിട്ട് +1 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ആ മധ്യത്തിലുള്ള 2 സംഖ്യകൾ എന്ന് നമുക്ക് കിട്ടും. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 10, 2, 8, 4, 12, 6. അതിനെ ആദ്യം എന്ത് ചെയ്യുക? ക്രമീകരിച്ച് എഴുതുമ്പോൾ നമുക്കറിയാം ഇത് ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്? 6 സംഖ്യകളുണ്ട് അല്ലേ? അത് 6 എന്ന് പറയുന്ന ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇരട്ട സംഖ്യ വരുമ്പോഴത്തേക്ക് നടുവിലായിട്ട് 2 സംഖ്യകളായിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി ടോട്ടൽ എത്ര ഉണ്ട്? 6 ഉണ്ട്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3-ാം സ്ഥാനത്തും 3 കഴിഞ്ഞാൽ പിന്നെ 4-ാം സ്ഥാനത്തും വരുന്ന സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ആ സംഖ്യകൾ എടുക്കുക. ഇവിടെ 6ഉം 8ഉം ആണ് നടുവിൽ 2 സംഖ്യകളായിട്ട് വരുന്നത്. അവയുടെ മീൻ ആണ് എടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 6ഉം 8ഉം കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ കേസാണ്. ഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ സംഖ്യകളെ തരംതിരിച്ച് ക്ലാസ്സുകളാക്കി വരുമ്പോൾ ആ ക്ലാസ്സുകളിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ കണ്ടെത്തുന്നത് എന്നുള്ളതിന്റെ ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെറും സിമ്പിൾ ആണ്. മീഡിയൻ = L + n/2 - CF/F × H. അപ്പോൾ ഇക്വേഷൻ കാണുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ അത് ചെയ്തു വരുമ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ എങ്ങനെയാണ് ഈ ഇക്വേഷനിലെ ഓരോ ടേംസിന്റെ ഓരോ വാല്യൂസ് കണ്ടെത്തുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. ആ ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ മാർക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 to 10 വരെ മാർക്കുള്ള എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികൾ. 10 തൊട്ട് 20 വരെയുള്ള 8 കുട്ടികൾ. 20 മുതൽ 30 വരെ മാർക്കുള്ള 20 കുട്ടികൾ. 30 തൊട്ട് 40 വരെ മാർക്കുള്ള 10 കുട്ടികൾ. 40 തൊട്ട് 50 വരെ മാർക്കുള്ള 7 കുട്ടികൾ. അപ്പോൾ ഏറ്റവും അടുത്തതായിട്ട് ഞാൻ കോളം തിരിച്ച് എഴുതിയിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിൽ 0 മുതൽ 10 വരെ മാർക്ക് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണമാണല്ലോ 5. അടുത്തത് നമ്മൾ ഈ 0 മുതൽ 20 വരെ മാർക്ക് വാങ്ങിയ കുട്ടികളുടെ എണ്ണം കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ആ 5ഉം 8ഉം തമ്മിൽ കൂട്ടുക, 13. അങ്ങനെ അടുത്തത് 0 മുതൽ 30 വരെ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ കണ്ടെത്താൻ വേണ്ടി ആ കുട്ടികളുടെ എണ്ണം എവിടം വരെ കണ്ടെത്തുക? 5ഉം 8ഉം 20ഉം തമ്മിൽ കൂട്ടിയിട്ടുള്ളത് എഴുതുക. അടുത്തത് വരുമ്പോൾ
0 മുതൽ 40 വരെ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം. അതിന് എന്ത് ചെയ്താൽ മതി? 5ഉം 8ഉം 20ഉം 10ഉം തമ്മിൽ കൂട്ടിയിട്ട് എഴുതുക. ഇങ്ങനെ എഴുതുന്നതിനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 0 മുതൽ 10 വരെ 0 മുതൽ എല്ലാം 0ത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും ലോവർ ആയിട്ടുള്ള നമ്പർ ഏതാണോ അവിടെ നിന്നാണ് നമ്മൾ ഓരോന്നിൻ്റെയും നോക്കുന്നത്. 0 മുതൽ 10 വരെ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം 5 ആണെങ്കിൽ 0 മുതൽ 20 വരെ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. 5ന്റെ കൂട്ടത്തിൽ 8ഉം കൂടെ കൂടും. അപ്പോൾ 5ഉം 8ഉം ആ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഓരോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കണ്ടെത്തുന്നത്. അതിന്റെ മുന്നേ ഉള്ള എല്ലാ സംഖ്യകളും കുട്ടികളുടെ എണ്ണം കൂട്ടിയാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനം വരുന്ന സംഖ്യ എന്ന് പറയുന്നത് n ആയിരിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ കുട്ടികളുടെ ആകെയുള്ള എണ്ണത്തിനെയാണ് ഏറ്റവും അവസാനം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ കിട്ടുന്ന സംഖ്യ എന്ന് പറയുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന 50 ആണ് n എന്ന് പറയുന്നത്. അപ്പൊ 50 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ടോട്ടൽ ആ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നുള്ളതിന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പറാണ് ഏതെന്ന് പറയുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ആയിട്ടുള്ള 50. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? n ആയിട്ട് എടുക്കുന്നു. അപ്പോൾ n ആവുന്ന സമയത്ത് അതിന്റെ പകുതി എന്ന് പറയുന്നത് എന്താണ്? n/2 = 50/2 = 25 ആണ് അല്ലേ? അപ്പോൾ 25 നമ്മൾ പിന്നീട് നോക്കേണ്ടത് 25 എന്ന് പറയുന്ന സംഖ്യ ഈ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയായിട്ടാണ് 25 ഉൾപ്പെടുന്നതെന്ന് നോക്കുക. അപ്പോൾ 5ൽ 25 ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള 13ൽ 25 ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിട്ടുള്ള 33ൽ 25 ഉൾപ്പെടുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ 33ന്റെ ആ ഒരു റോയിൽ വരുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? മീഡിയൻ ക്ലാസ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം 25 n/2 = 25 എന്ന് കിട്ടി. ആ 25 വരുന്ന മീഡിയൻ ക്ലാസ് ഏതാണ്? 20 to 30 എന്ന ക്ലാസ്സിലാണ് ഏത് വരുന്നത്? 25 എന്ന കുട്ടിയുടെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഈ 20 to 30 എന്ന് പറയുന്ന മീഡിയം ക്ലാസ് ഉണ്ടല്ലോ, അതിന്റെ ഏറ്റവും ലോവർ ടേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോവർ ക്ലാസ് എന്ന് പറയുന്നത് ഏതാ? 20 ആണോ 30 ആണോ ലോവർ ആയിട്ട് വരുന്നത്? 20 അല്ലേ. ആ 20നെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? L എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് നേരെയുള്ള കുട്ടികളുടെ എണ്ണം ഉണ്ടല്ലോ, 20 to 30ലെ ശരിക്കുള്ള കുട്ടികളുടെ എണ്ണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ലാണ്ടുള്ള ശരിക്കും 20ഉം 30നും ഇടയിൽ മാർക്ക് വാങ്ങിച്ച കുട്ടികളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? F ആയിട്ട് എടുക്കേണ്ടത്. അടുത്തത് CF എന്ന് പറയുന്നത് സത്യത്തിൽ 25 എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ച് നോക്കുമ്പോൾ 33ലാണ് 25 ഉൾപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഇക്വേഷനകത്തെ CF എടുക്കുന്ന സമയത്ത് 33 എടുക്കരുത്. അതിന് തൊട്ട് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വേണം എടുക്കാൻ. നമുക്കറിയാം 33ലാണ് 25 ഉൾപ്പെടുന്നത് എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ ഈ ഇക്വേഷന് വേണ്ടി 25 ഉൾപ്പെടുന്ന 33ന് മുന്നേ ഉള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത്. ഈ കേസിൽ വരുമ്പോൾ 13ആണ് CF ആയിട്ട് നമ്മൾ ആ ഇക്വേഷനിൽ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ L കണ്ടെത്തി, n/2 കണ്ടെത്തി, CF കണ്ടെത്തി, F കണ്ടെത്തി. ഇനി ഏറ്റവും ലാസ്റ്റിൽ H എന്ന് പറയുന്നത് നമ്മൾ ആ കണ്ടെത്തിയ മീഡിയം ക്ലാസ് ഉണ്ടല്ലോ, ആ ക്ലാസിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസത്തിനെയാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? H എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 20ഉം 30ഉം ആണല്ലോ അവിടെ മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? വ്യത്യാസം എന്ന് പറയുന്നത് എത്ര? 10 അല്ലേ. 10നെയാണ് H ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. m = L + n/2 - CF/F × H. ഈ ഇക്വേഷനിൽ എപ്പോഴും n/2 എന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. കാരണം n/2 കണ്ടെത്തിയാലേ നമുക്ക് മീഡിയം ക്ലാസ് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പോൾ n/2 കണ്ടെത്താൻ ആദ്യം എന്ത് ചെയ്യുക? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഒരു കോളം എഴുതുക. ഓരോ ക്ലാസിന്റേതും നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൂട്ടി നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏറ്റവും അവസാനം വരെ കണ്ടെത്തുക. അവസാനം കിട്ടുന്ന സംഖ്യ ഇവിടുത്തെ കേസിൽ 50 ആണ്. ആ സംഖ്യനെ n ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അതിന്റെ പകുതിയാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അതിന്റെ പകുതി എത്ര? 25. ആ 25 വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മീഡിയം ക്ലാസ് കണ്ടെത്തുന്നത്. മീഡിയം ക്ലാസ് കണ്ടെത്തുമ്പോൾ നമുക്ക് L കിട്ടും, F കിട്ടും, പിന്നെ H കിട്ടും. CF ഒരിക്കലും നമ്മൾ മീഡിയം ക്ലാസ് എടുക്കുന്നതിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം നമ്മൾ CF ആയിട്ട് ഇക്വേഷനകത്ത് CF ആയിട്ട് എടുക്കേണ്ടത്. അതിന് തൊട്ട് മുന്നേ ഉള്ളതാണ് CF ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക, നമ്മൾ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് n/2 - CF/F × H അത് വേണം ആദ്യമേ നമ്മൾ സോൾവ് ചെയ്യാൻ. ആ കിട്ടുന്ന ആൻസർ, ഏറ്റവും ലാസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ വേണം L-ഉമായിട്ട് പ്ലസ് ചെയ്യാൻ. ഒരിക്കലും ഇടയ്ക്ക് വെച്ച് L-നെ n/2 കൊണ്ടോ അല്ലെങ്കിൽ F കൊണ്ടോ ഒന്നും പ്ലസ് ചെയ്ത് വെക്കരുത്. നമ്മൾ ആദ്യമേ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് n/2 - CF/F × H അത് ചെയ്തതിന് ശേഷം മാത്രം ആ കിട്ടുന്ന ആൻസറിനെ ലാസ്റ്റിൽ L കൊണ്ട് പ്ലസ് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രൂപ്പ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ക്ലാസ്സുകളാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 49 ആളുകളെ ഭാരം അനുസരിച്ച് തരംതിരിച്ച് പട്ടിക ചുവടെ കൊടുത്തിരിക്കുന്നു. 30 to 40 എന്ന് പറയുന്ന കിലോഗ്രാമിലുള്ള ആൾക്കാർ എത്ര പേരുണ്ട്? 5 പേര്. 40 to 50 7 പേര്. 50 to 60 9 പേര്. 60 to 70 10 പേര്. 70 to 80 10 പേര്. 80 to 90 8 പേര്. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ക്ലാസും രണ്ടാമത്തേത് ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൂന്നാമതൊരു കോളം വരച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? 30 തൊട്ട് 40 വരെയുള്ള വെയിറ്റ് ഉള്ള എത്ര ആൾക്കാരുണ്ട്? 5 പേര്. ഇനി നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തേണ്ടത്? വീണ്ടും 30 തൊട്ട് 50 വരെ വെയിറ്റ് ഉള്ളവരുടെ എണ്ണമാണ് കണ്ടെത്തേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 5ഉം 7ഉം തമ്മിൽ കൂട്ടി 12 എഴുതുന്നു.
ഇനി 30 to 60 വരെ വെയിറ്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം കണ്ടെത്താൻ എന്ത് ചെയ്യുക, ഇവ മൂന്നും കൂടെ കൂട്ടുക. അപ്പോൾ 5 + 7 + 9 = 21. അടുത്തത് ചെയ്യുമ്പോൾ ആ 3 എണ്ണത്തിന്റെ കൂടെ 10 കൂട്ടുക. അടുത്തത് കണ്ടെത്തുമ്പോൾ ആ 4 എണ്ണത്തിന്റെ കൂടെ വീണ്ടും 10 കൂട്ടുക. ഏറ്റവും അവസാനം ചെയ്യുമ്പോൾ ഈ 4 എണ്ണത്തിന്റെ കൂടെ 8 കൂട്ടുക = 49. അപ്പോൾ നമുക്കിവിടെ മീഡിയം ക്ലാസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്, എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമ ഭാരമായി നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പം മധ്യമ ഭാരം എത്രയാണെന്നല്ല ചോദിച്ചത്, മധ്യമ ഭാരമായി കണക്കാക്കുന്നത് എത്രാമത്തെ ആളുടെ ഭാരമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മീഡിയം ക്ലാസ് വരുന്ന എത്രാമത്തെ ആളുടേതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇപ്പൊ നമ്മളിവിടെ n/2 കണ്ടെത്തിയാൽ മതി. അതിന് n എന്ന് പറയുന്നത് ഇവിടെ എത്ര ആയിരിക്കും, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് 49 ആണ് n ആയിട്ട് വരുന്നത്. അപ്പൊ n/2 എന്തായിരിക്കും, 49/2 = 24.5. നമുക്ക് n/2 എന്ന് വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ n+1/2 എന്ന് വെച്ചാലും ചെയ്യാം. n+1 50, 50/2 എന്ന് പറയുന്നത് 25. ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ്. നമുക്ക് ആൻസർ കിട്ടത്തില്ല. n/2 എന്ന് വെച്ച് ചെയ്താലും n+1/2 എന്ന് വെച്ച് ചെയ്താലും കിട്ടുന്ന ആൻസർ ഒരുപോലെ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, മധ്യമം കണക്കാക്കുന്ന സങ്കല്പം അനുസരിച്ച് 22ാം ആളുടെ ഭാരം എത്രയായിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ത്, 22ാമത്തെ ആളുടെ ഭാരം എത്രയായിട്ടാണ് മധ്യമം വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എത്രാമത്തെ ആളുടേതാ കണ്ടെത്തേണ്ടത്, 22ാമത്തെ ആളുടെ അല്ല കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 22 എന്ന് പറയുന്നത് നമുക്ക് ഏത് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി, മീഡിയൻ = L + n/2 - CF/F × H, ആ ഇക്വേഷൻ വെച്ച് ചെയ്താൽ മതി. അവിടെ നമ്മൾ ഇത്രയും നോക്കുക. നേരത്തെയൊക്കെ നമ്മൾ സാധാ രീതിയിൽ ടോട്ടൽ വെച്ച് നോക്കുമ്പോൾ മധ്യമ ഭാരം എത്ര കണക്കാക്കാൻ നമ്മൾ n/2 എങ്ങനെ എടുത്തോണ്ടിരുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടലായിട്ടുള്ള സംഖ്യയുടെ പകുതി എടുത്തിട്ടാണ് നമ്മൾ ബാക്കി സംഖ്യകൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ 49 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എങ്കിൽ ആ 49ന്റെ പകുതി എടുത്തിട്ട് അതിൽ നിന്നാണ് CF ഏതാ, F ഏതാ, മീഡിയം ക്ലാസ് ഏതാന്ന് കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഈ കേസ് വരുമ്പോൾ നമ്മൾ n/2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന എത്രാമത്തെ ആളുടെ ആണോ കണ്ടുപിടിക്കേണ്ടത് അതിനെയാണ് നമ്മൾ n/2 ആയിട്ട് എടുക്കേണ്ടത്. ഇവിടെ എത്രാമത്തെ ആളുടെ കണ്ടുപിടിക്കേണ്ടത്, 22ാമത്തെ ആളുടെ അല്ലേ. അപ്പൊ നമ്മൾ n/2 ആയിട്ട് എടുക്കേണ്ടത് 22ാമത്തെ ആളെയാണ് n/2 ആയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ നോക്കിയേ, ഈ 22ാമത്തെ ആളെന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് വരുന്നത്, 5-ലല്ല, 12-ലല്ല, 21 വരുമോ, ഇല്ല, 21 കഴിഞ്ഞിട്ടാണ് 22 വരുന്നത്. അപ്പോൾ 31 എന്ന് പറയുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് 22ാമത്തെ ആൾ വരുന്നത്. അപ്പൊ അതിന് നേരെ ഉള്ളതാണ് എന്തായിട്ട് വരുന്നത്, മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ മീഡിയം ക്ലാസ് ഏതാ വരുന്നത്, 60 to 70 ആണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഫ്രീക്വൻസി എത്ര, F എത്ര വരുന്നത്, 10 ആണ് വരുന്നത്. ഇനി H എത്ര വരുന്നത്, 60ന്റെയും 70ന്റെയും വ്യത്യാസമാണ് H ആയിട്ട് വരുന്നത്. ഇനി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF എത്ര ആയിട്ടാണ് വരുന്നത്, CF എന്ന് പറയുന്നത് നമുക്ക് 31 എടുക്കാൻ പറ്റത്തില്ല, അതിന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ വേണം എടുക്കാൻ. അപ്പൊ CF നമ്മൾ 21 ആണ് എടുക്കേണ്ടത്. ഇനി എന്താ, ക്യാപിറ്റൽ L എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 60 to 70 അല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ലോവർ എന്ന് പറയുന്നത് ഏതാ, ലോവർ ക്ലാസ് ഏതാ, 60 അല്ലേ. 60നെയാണ് ക്യാപിറ്റൽ L ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇത്രയും നമ്മൾ എന്ത് ചെയ്യുക, ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, n/2 - CF/F × H വേണം ആദ്യമേ ചെയ്യാൻ. ആ കിട്ടുന്ന ആൻസറിനെ വേണം L കൊണ്ട് പ്ലസ് ചെയ്യാൻ. അപ്പൊ n/2 22 - CF 21/F എന്ന് പറയുന്നത് 10 × 10 10 മുകളിൽ ഒരു 10 കിടപ്പുണ്ട്, അത് തമ്മിൽ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ അത് രണ്ടും വെട്ടിപ്പോകും. പിന്നെ 22 - 21 എന്ന് പറയുന്ന 1, ആ 60ന്റെ കൂടെ 1 അങ്ങ് കൂട്ടുക = 61 ആണ് കിട്ടുന്നത്. 61 നമുക്ക് വന്നു. ഇത് 61ൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ നമ്മൾ ചെയ്യണം. 22ാമത്തെ ആളുടെ ഭാരം എത്രയായിട്ടാണ് വരുന്നതെന്നല്ലേ ചോദിച്ചാൽ, മധ്യമം. അത് കണ്ടെത്താൻ വേണ്ടി ആ കിട്ടിയ ആൻസറിന്റെ കൂടെ ഈ H/F ഉണ്ടല്ലോ, അതിന്റെ പകുതി കാണണം. H/F എന്ന് പറയുന്നത് നമുക്ക് ആ ഇക്വേഷനകത്ത് തന്നെ H/F എന്ന് പറയുന്ന നമ്മുടെ ഉണ്ട് 10/10. ആ 10/10ന്റെ പകുതി കാണും. 10/10 എത്ര, 1. 1ന്റെ പകുതി എത്ര, 1/2 അല്ലെ. അപ്പോൾ നമ്മൾ 61ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 1/2 അങ്ങ് കുറയ്ക്കണം. 1/2 എന്ന് പറയുന്നത് 0.5 അല്ലേ. 61ൽ നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ എത്ര, 60.5 ആണ് 22ാമത്തെ ആളുടെ മധ്യമമായിട്ട് വരുന്നത്. ഇനി ഇതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മധ്യമഭാരം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ന ആളുടെ മധ്യമഭാരം ചോദിക്കുന്നില്ല, ടോട്ടൽ ഉള്ള മധ്യമഭാരം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ CFന്റെ ഏറ്റവും ടോട്ടൽ എത്ര, എന്നിന്റെ പകുതി എടുത്ത് വേണം നമ്മളിവിടെ ചെയ്യാം. അപ്പൊ എന്നിന്റെ പകുതി എത്ര, 24.5 ആണ് വരുന്നത്. അപ്പോൾ n/2 എന്ന് പറയുന്നത് 24.5 ആണ് വരുന്നത്. ഇനി 24.5 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നത്, 31ാമത്തെ ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അവിടെ വരുന്നത് അല്ലേ. അപ്പൊ അതിന്റെ നേരെ ഉള്ളതാണ് എന്തായിട്ട് വരുന്നത്, മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ 60 എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ L, F എന്ന് പറയുന്നത് 10, H എന്ന് പറയുന്ന 60ന്റെയും 70ന്റെയും ഡിഫറൻസ് അതാണ് 10. ഇനി CF എന്ന് പറയുന്നത് 31 വരത്തില്ല, 21, അതിന് മുന്നേ ഉള്ള 21 ആണ് വരുന്നത്. അപ്പൊ എല്ലാം കിട്ടിയല്ലോ, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 24ൽ നിന്ന് 21 കുറയ്ക്കുമ്പോൾ 3.5, 10 വെട്ടിക്കളയും. പിന്നെ 60 + 3.5 = 63. ഈ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യേണ്ട, ഇത് ടോട്ടലിന്റെ മധ്യമഭാരം കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഈ ഇക്വേഷൻ മാത്രം ഈ ഇക്വേഷനേക്ക് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് മധ്യമഭാരമായിട്ട് വരുന്നത്. പക്ഷെ മുമ്പത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടിയ ആൻസറിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തുകൂടെ ചെയ്തു, H/2F കുറയ്ക്കുകയും കൂടെ ചെയ്തു അല്ലെ. H/Fന്റെ പകുതിനെ ആ കിട്ടിയ ആൻസറിൽ നിന്ന് കുറയ്ക്കുകയും കൂടെ ചെയ്തു. അതെന്തിനാ, ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 22ാമത്തെ ആളുടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്ന ആൻസറിൽ നിന്ന് H/2F എന്ത് ചെയ്യുക, കുറയ്ക്കുമ്പോഴേ നമുക്ക് അത് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടത്തുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് 10 വിഷയങ്ങളിലായി ലഭിച്ച മാർക്കുകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. 72, 45, 76, 46, 51, 48, 80, 64, 58, 56. മാർക്കുകളുടെ മധ്യമം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതായിട്ട് ക്രമീകരിച്ച് എഴുതുക. ക്രമീകരിച്ച് എഴുതിയിട്ട് നമുക്കറിയാം ഇവിടെ എത്ര വിഷയങ്ങളുണ്ട്, 10 വിഷയങ്ങളുള്ള അല്ലേ. 10 എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ. ഇരട്ടസംഖ്യ ആകുമ്പോൾ ഇത് ക്രമീകരിച്ച് എഴുതുമ്പോൾ ഇതിന്റെ മധ്യസംഖ്യകൾ എത്ര എണ്ണം കിട്ടുമായിരിക്കും? 2 എണ്ണമാണ് കിട്ടുന്നത്. എങ്ങനെ അതിന്റെ സ്ഥാനങ്ങൾ കണ്ടെത്തുന്നത്? 10 അല്ലേ, 10ന്റെ പകുതിയും 10ന്റെ പകുതിയുടെ ഒന്നും കൂടെ കൂടുതൽ. അപ്പൊ 10ന്റെ പകുതി 5ഉം പിന്നെ 6ഉം ടേമുകളാണ് എന്തായിട്ട് വരുന്നത്, മധ്യത്തിലായിട്ട് വരുന്നത്. അപ്പൊ അവയുടെ മീഡിയം കണ്ടെത്താൻ അവ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടെത്തുക. അപ്പോൾ 5ാം സ്ഥാനത്ത് കിടക്കുന്ന 56ഉം 6ാം പദമായിട്ട് കിടക്കുന്ന 58ഉം അവ തമ്മിൽ കൂട്ടിയിട്ട് അതിന്റെ പകുതി കണ്ടെത്തുമ്പോഴാണ് മീഡിയം കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിൽ 75 ജോലിക്കാരുടെ ദിവസ വേതനമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. 500 to 600 10 പേര്, 600 to 700 22, 700 to 800 20, 800 to 900 15, 900 to 1000 8. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ദിവസ വേതനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലിക്കാരെ ക്രമീകരിച്ചാൽ എത്രാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമ വേതനമായി എടുക്കുന്നത്? അപ്പൊ എത്രാമത്തെ ആളുടെ വേതനമാണ് മധ്യമ വേതനമായി വരുന്നതെന്ന് ചോദിക്കുന്നത്. മധ്യമ വേതനം അല്ല കണ്ടെത്തേണ്ടത്, അത് എത്രാമത്തെ ആൾക്കാ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ആദ്യമേ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്താൻ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10ഉം 10ന്റെ കൂട്ടത്തിൽ 22 കൂട്ടി 32, അടുത്ത് 32 20 കൂട്ടി 52, 52ന്റെ കൂടെ 15 കൂട്ടി 67, 67ന്റെ കൂടെ 8 കൂട്ടി 75. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്ര കിട്ടുന്നത്? 75 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 75നെ 1 കൊണ്ട് കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക. അപ്പൊ ഇവിടെ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റസംഖ്യ ആയതുകൊണ്ടാണ് 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുന്നത്. ഇരട്ടസംഖ്യ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, അവിടെ 1 കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ n+1 ഒറ്റസംഖ്യ ആയതുകൊണ്ട് 75നെ 1 കൊണ്ട് കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 76/2 = 38. അപ്പോൾ 38ാം ആളുടെ ഇൻകം ആണ് അല്ലെങ്കിൽ വേതനമാണ് മധ്യമ വേതനമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ മധ്യമ വിഭാഗം എത്ര ആയിരിക്കും വരുന്നത്? ഇവിടെ എത്ര n/2 നമുക്ക് കിട്ടിയ 38 ഇതിൽ എത്രാമതായിട്ടാണ് വരുന്നത്? 38 എന്ന് പറയുന്നത് 52ാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത് അല്ലേ. അപ്പൊ അതിന് നേരെയുള്ള ക്ലാസ് ഏതാ വരുന്നത്? 700 to 800, അതാണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ഇനി കൃത്യമായിട്ട് നമുക്ക് എന്ത് കണ്ടെത്തണം? അപ്പൊ മധ്യമ വിഭാഗമാണ് ചോദിച്ചത്. മധ്യമ വിഭാഗം അല്ലെങ്കിൽ മീഡിയം ക്ലാസ് ചോദിക്കുമ്പോൾ നമ്മൾ ആ 700 to 800 എഴുതിയാൽ മതി. പക്ഷേ മധ്യമമായ വേതനം കണക്കാക്കാൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് 700 to 800ന്റെ ഇടയിൽ എത്ര ആണ് വരുന്നത് നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തണം. നമ്മൾ എന്ത് ചെയ്യുക, മീഡിയം = L+n/2 - CF/F × H എന്ന ഇക്വേഷൻ എടുക്കുക. n/2 ഇവിടെ എത്ര തന്നെയാണ്? 38 ആണ് അല്ലെ. 38 വെച്ച് നമ്മൾ CF, F, H എല്ലാം കണ്ടെത്തുക. അപ്പൊ 38 എന്ന് പറയുന്നത് 52ാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. അതിന്റെ നേരെയുള്ള 700 to 800 ആണ് മീഡിയം ക്ലാസ് അല്ലെങ്കിൽ മധ്യമ വിഭാഗം വരുന്നത്. അപ്പോൾ 700 ആണ് ക്യാപിറ്റൽ L ആയിട്ട് വരുന്നത്. ഇനി 700 to 800ന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 100 ആണ് എത്ര ആയിട്ട് വരുന്നത്? H ആയിട്ട് വരുന്നത്. 20 ആണ് F ആയിട്ട് വരുന്നത്. CF എടുക്കുമ്പോൾ 52 എടുക്കരുത്, അതിന് തൊട്ട് മുന്നേ ഉള്ള 32 വേണം എടുക്കാൻ. ഇത്രയും കാര്യങ്ങൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 37ൽ നിന്ന് 32 കുറയ്ക്കുമ്പോൾ 5.5. ഇനി 20ഉം 100ഉം തമ്മിൽ വെട്ടി കുറയ്ക്കാം. അതും എന്താ കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത്. അപ്പോൾ 5.5ന്റെ കൂടെ 5 ഇൻറ്റു ചെയ്തതിന് ശേഷം മാത്രം ഏറ്റവും ലാസ്റ്റിൽ ആ കിട്ടുന്ന ആൻസർ വേണം 700 ആയ ക്യാപിറ്റൽ L അല്ലെങ്കിൽ 700ന്റെ കൂടെ കൂട്ടാൻ. ഒരിക്കലും അതിന്റെ ഇടയ്ക്ക് 700 ഒഴിച്ച് കൂട്ടാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡിൽ കിട്ടുന്ന ആൻസറിനെ മാത്രം ഏറ്റവും ലാസ്റ്റ് 700 കൊണ്ട് കൂട്ടിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു പ്രദേശത്തെ കുറെ വീടുകളെ വൈദ്യുതി ഉപയോഗം അനുസരിച്ച് തരംതിരിച്ച പട്ടികയായി താഴെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ വൈദ്യുതി ഉപയോഗ യൂണിറ്റും വീടുകളുടെ എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. 0 to 50 5 വീടുകൾ, 50 to 100 യൂണിറ്റ് ഉപയോഗിച്ച വീടുകളുടെ എണ്ണം 15, 100 to 150 25, 150 to 200 50, 200 to 250 20, 250 to 300 10. ഇതിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് വരുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്തുക. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടെത്താൻ വേണ്ടി 5ന്റെ കൂടെ ആദ്യമേ 5 എഴുതുക, പിന്നെ 5ന്റെ കൂടെ 15 കൂട്ടിയിട്ട് എഴുതുക, പിന്നെ ആ കിട്ടുന്ന 15ന്റെ കൂടെ കൂട്ടുമ്പോൾ 20 ആണ് കിട്ടുന്നത്. 20ന്റെ കൂടെ 25 കൂട്ടി 45 കിട്ടും, 45ന്റെ കൂടെ 50 കൂട്ടി 95 കിട്ടും, 95ന്റെ കൂടെ 20 കൂട്ടി 115 കിട്ടും, 115ന്റെ കൂടെ 10 കൂട്ടി 125 കിട്ടും. ഇങ്ങനെയാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഇതിൽ എത്രാമത്തെ വീടിന്റെ വൈദ്യുതി ഉപയോഗമാണ് മധ്യമമായി കണക്കാക്കുന്നത്? എത്രാമത്തെ വീടിന്റെ ആണെന്നാണ് ചോദിക്കുന്നത്. മധ്യമമായി നമ്മൾ കണക്കാക്കുന്നത് എന്ത് ചെയ്താൽ മതി? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ഏറ്റവും ലാസ്റ്റ് നമുക്ക് എത്ര കിട്ടിയ 125 അല്ലേ. അതൊരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂട്ടത്തിൽ 1 കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുക്കുക. 126/2 = 63. അപ്പൊ 63ാമത്തെ ആളുടെ അല്ലെങ്കിൽ 63ാമത്തെ വീട്ടിലെ വൈദ്യുതി ഉപയോഗമാണ് എന്തായിട്ട് എടുക്കുന്നത്? മീഡിയൻ ആയിട്ട് എടുത്തത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മധ്യമം കണക്കാക്കുന്ന സങ്കല്പ പ്രകാരം 46ാമത്തെ വീടിന്റെ വൈദ്യുതി ഉപയോഗം എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് 46ാമത്തെ വീട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 46 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? n/2 ആയിട്ടാണ് എടുക്കേണ്ടത്. നമ്മൾ മറ്റേ ഇക്വേഷൻ ആണ് എടുക്കാൻ പോകുന്നത്, മീഡിയന്റെ ഫോർമുലയാണ് എടുക്കാൻ പോകുന്നത്. മീഡിയൻ = L+n/2 - CF/F × H. അതിൽ n/2 ആയിട്ടാണ് നമ്മൾ എന്തെടുക്കേണ്ടത്? 46 എടുക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മീഡിയന്റെ ആൻസർ കണ്ടെത്തിയാലും ആ കണ്ടെത്തിയ ഉത്തരത്തിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? h/2f കുറയ്ക്കണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഉത്തരം കിട്ടത്തുള്ളൂ. കാരണം ഇവിടെ സ്പെസിഫൈ ചെയ്ത് അല്ലെങ്കിൽ എടുത്തു പറയുന്നുണ്ട് 46ാമത്തെ വീടിന്റെ. ആ കേസിൽ മാത്രം നമ്മൾ മീഡിയന്റെ ഫോർമുല വെച്ച് കിട്ടുന്ന ആൻസറിൽ നിന്ന് h/2f കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ n/2 എന്ന് പറയുന്നത് എത്രയാണ്? 46 ആണ്. അപ്പോൾ 46 വെച്ച് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. അപ്പോൾ 46 എവിടെയാണ് വരുന്നത്? 95ാമത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള മീഡിയം ക്ലാസ് ആണ് എന്തായിട്ട് വരുന്നത്?
അതിന്റെ മീഡിയൻ ക്ലാസ് ആയിട്ട് വരുന്നത് 150 to 200. അപ്പോൾ 150 L ആയിട്ട് വരും, എഫ് 50 ആയിട്ട് വരും. ഇനി എച്ച് എന്ന് പറയുന്നത് 150ന്റെ 200ന്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ 50 ആണ് വരുന്നത്. പിന്നെന്താ വരുന്നത്, പിന്നെ സി എഫ് എന്ന് പറയുന്നത് 95 ആയിരിക്കത്തില്ല, അതിന് തൊട്ട് മുന്നേ ഉള്ള 45 ആണ് വരുന്നത്. ഇത് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 46ൽ നിന്ന് 45 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 1 കിട്ടും. പിന്നെ 50 എച്ച് ബൈ എഫ് 50 വെട്ടിക്കുറയ്ക്കാം. അപ്പോൾ വെട്ടിക്കുറച്ചു, അപ്പോൾ 1 കിട്ടി. ഏറ്റവും ലാസ്റ്റ് 150 പ്ലസ് 1 = 151. തീർന്നില്ല. 151 നമ്മൾ എന്ത് ചെയ്യണം, എച്ച് ബൈ 2F നമ്മൾ കുറയ്ക്കണം. അപ്പോൾ എച്ച് ബൈ എഫ് എന്ന് പറയുന്നത് 50/50 1ന്റെ പകുതി എന്ന് പറയുന്നത് എന്താ, 0.5. ആ 0.5 എന്ത് ചെയ്യണം, 151 കുറയ്ക്കണം. ഓക്കെ, അത് കിട്ടി. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം കണക്കാക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ടോട്ടലിന്റെ മധ്യമം കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ മീഡിയന്റെ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനാണ് ആ വൈദ്യുതി ഉപയോഗത്തിന്റെ മധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ n/2 ആയിട്ട് വരുന്നത്, ടോട്ടലിന്റെ പകുതിയാണ് n/2. 125 ആണ്. 125ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 62.5 ആണ്. 62.5 എവിടെ വരുന്നത്, 95 എന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ് വരുന്നത്. അതിന്റെ നേരെയുള്ളതാണ് മീഡിയം ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 150 ആണ് L. എച്ച് എന്ന് പറയുന്നത് 150ന്റെ 200ന്റെ ഡിഫറൻസ്, വ്യത്യാസം 50. ഇനി എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിന്റെ നേരെ അവിടെ ആയിട്ടുള്ള 50. ഇനി സി എഫ് ആയിട്ട് എടുക്കേണ്ട 95 അല്ല 45 ആണ്. അത് അത്രയും നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. 62.5ൽ നിന്ന് 45 കുറയ്ക്കുമ്പോൾ 17.5, 50 വെട്ടിപ്പോവും. ഏറ്റവും ലാസ്റ്റ് 150 പ്ലസ് 17.5 = 167.5 ആണ് ഉത്തരമായിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ആയിട്ടല്ല തരുന്നത്, വെറും സംഖ്യകളായിട്ട് മാത്രമാണ് തന്നിരിക്കുന്നത്. നേരത്തെ കേസിലെല്ലാം നമുക്ക് ഓരോന്നും ക്ലാസ് ഡേറ്റയാണ് തന്നുകൊണ്ടിരുന്നത്. ഇവിടെ വെറും ക്ലാസ് അല്ലാണ്ടുള്ള ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ദ മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് റീഡ് ബൈ ദ സ്റ്റുഡന്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് ബുക്സ് ഉണ്ട്, അതേപോലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. എത്ര കുട്ടികൾ വായിച്ചെന്നുള്ള. അപ്പോൾ ഒരു ബുക്ക് പോലും വായിക്കാത്ത എത്ര കുട്ടികളുണ്ട്, 3 പേര്. ഒരു ബുക്ക് വാങ്ങിച്ച 5 പേരുണ്ട്, 2 ബുക്ക് വായിച്ചത് 9 പേരുണ്ട്, 3 ബുക്ക് വായിച്ച 12 പേരുണ്ട്, 4 ബുക്ക് വായിച്ച 7 പേരുണ്ട്, 5 ബുക്ക് വായിച്ച 4 പേരുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യമേ 3, 3ന്റെ കൂടെ 5 കൂട്ടി 8, 8ന്റെ കൂടെ 9 കൂട്ടി 17, 17ന്റെ കൂടെ 12 കൂട്ടി 29, 29ന്റെ കൂടെ 7 കൂട്ടി 36, 36ന്റെ കൂടെ 4 കൂട്ടി 40. അപ്പോൾ അത്രയും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ദ മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് റീഡ് ബൈ ദ സ്റ്റുഡൻസ് കുട്ടികൾ വായിച്ച മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ സി എഫിന്റെ ടോട്ടൽ എത്ര കിട്ടിയത്, 40. ആ 40 എന്ന് പറയുന്ന ഇരട്ട സംഖ്യയിൽ അതിന്റെ പകുതി കാണുക. അതിന്റെ പകുതി കാണുമ്പോൾ നമുക്ക് എത്രാമത്തെ കുട്ടിയുടെയാണ് മീഡിയൻ ആയിട്ട് വരുന്നതെന്ന് കിട്ടും. അപ്പോൾ എത്രാമത്തെ കുട്ടിയുടെ 40നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 20. 20ാമത്തെ കുട്ടിയുടെയാണ് മീഡിയൻ ആയിട്ട് നമ്പർ ഓഫ് ബുക്സ് റീഡ് ചെയ്തത് വരുന്നത്. അപ്പോൾ 20ാമത്തെ കുട്ടി സി എഫ് വെച്ച് നോക്കിയേ, സി എഫിൽ എവിടെ 20 വരുന്നത്, 29ലാണ് 20 വരുന്നത് അല്ലേ. അപ്പോൾ അതിന് നേരെയുള്ള നമ്പർ ഓഫ് ബുക്സിന്റെ മീഡിയൻ ആണ് എന്തായിട്ട് വരുന്നത്, മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് റീഡ് ബൈ ദ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 29ന് നേരെയുള്ള നമ്പർ ഓഫ് ബുക്സ് എത്ര വരുന്നത്, 3. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്, 3 ബുക്സ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ സ്റ്റുഡന്റ് ഒബ്സർവേഷൻ ആണ് ഒരു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 15 എന്ന് പറയുന്നത് ഈ സി എഫിൽ എവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കുക, ലൈ ചെയ്യുന്നത് നോക്കുക. അപ്പോൾ 15 എവിടെയായിട്ടാ, 17ലാണ് അല്ലേ. അപ്പോൾ അതിന്റെ നേരെയുള്ള വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്, ആ കേസിലെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ 15ാമത്തെ സ്റ്റുഡന്റിന്റെ മീഡിയൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 15ാമത്തെ കുട്ടി എത്ര ബുക്ക് വായിച്ചു, 2 ബുക്കാണ് വായിച്ചത്. ഇനി 25ാമത്തെ കുട്ടിയുടെ ഒബ്സർവേഷൻ ആണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 25 എവിടെയായിട്ടാണ് വരുന്നത്, സി എഫ് നോക്കുക, 29ലാണ് 25 വരുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള ബുക്ക് എന്ന് പറയുന്നത് എത്ര, 3 ആണല്ലേ. അപ്പോൾ 25ാമത്തെ കുട്ടി വായിച്ച എത്ര ബുക്കുകളാണ്, 3 ബുക്കുകളാണ് വായിച്ചത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ എന്ന് പറയുന്നത് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് തന്നെ അതിന്റെ നേർ പകുതി അങ്ങ് എടുത്ത് നമ്മൾ കണ്ടെത്തുമായിരുന്നു. എന്തെന്ന് പറയുന്നത്, മീഡിയൻ നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത്. ഇനി ഈ കേസിൽ നോക്കിയേ, അടുത്ത കേസിൽ മാർക്ക് തന്നിട്ടുണ്ട്. 10 മാർക്ക് വാങ്ങിച്ച 2 കുട്ടികൾ, 20 മാർക്ക് വാങ്ങിച്ച 5 കുട്ടികൾ, 30 മാർക്ക് വാങ്ങിച്ച 4 കുട്ടികൾ, 40 മാർക്ക് വാങ്ങിച്ച 3 കുട്ടികൾ, 50 മാർക്ക് വാങ്ങിച്ച 1 കുട്ടി. അപ്പോൾ സി എഫ് കണ്ടെത്തുക. ആദ്യമേ 2, 2ന്റെ കൂടെ 5 കൂട്ടി 7, 7ന്റെ കൂടെ 4 കൂട്ടി 11, 11ന്റെ കൂടെ 14, 3 കൂട്ടി 14, 14ന്റെ കൂടെ 1 കൂട്ടി 15. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ കണ്ടെത്താൻ എന്ത് ചെയ്യണം, 15 അല്ലേ n എന്ന് പറയുന്നത്. അപ്പോൾ n എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി കണ്ടെത്തുക. പകുതി കണ്ടെത്തുമ്പോഴാണ് അതിന്റെ പൊസിഷൻ നമുക്ക് കിട്ടുന്നത്. മീഡിയൻ പൊസിഷൻ കിട്ടുന്നത് അതിന്റെ പകുതി പ്ലസ് 1 ചെയ്ത് പകുതി ചെയ്യുമ്പോഴാണ് പൊസിഷൻ കിട്ടുന്നത്. അപ്പോൾ പൊസിഷൻ എത്ര, 8 ആണ് കിട്ടുന്നത് അല്ലേ. 15 + 1/2 = 16/2 = 8. അപ്പോൾ 8ാമത്തെ പൊസിഷൻ സി എഫിൽ എവിടെ വരുന്നത്, 11ലല്ലേ വരുന്നത് അല്ലേ. 11ലാണ് 8ാമത്തെ പൊസിഷൻ വരുന്നത്. അപ്പോൾ അതിന് നേരെയുള്ള മീഡിയൻ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 30. അപ്പോൾ മീഡിയൻ മാർക്ക് എത്രയാണ് വരുന്നത്, 30 ആണ് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.